എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജനുവരി മാസം കഴിയാറായില്ലേ? അപ്പോൾ ഇനിയും നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഉഷാറാക്കി ഈ 2026 മുതൽ ഇനി അങ്ങോട്ട് വളരെയധികം ഉഷാറോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതിനുവേണ്ടി എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഓക്കെ, പക്ഷെ അത് എവിടെ നിന്ന് തുടങ്ങണം? നമുക്കൊരു കുറ്റബോധം തോന്നും. അയ്യോ, എൻ്റെ ലൈഫ് ഞാൻ വിചാരിക്കുന്ന പോലെയല്ലല്ലോ മുമ്പോട്ട് പോകണത്, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുക ഫോളോ ചെയ്യാൻ കഴിയുന്നൊരു റൂട്ടീനാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു മോർണിംഗ് റൂട്ടീൻ. നമ്മളിൽ എത്ര പേരാണ് രാവിലെ എണീറ്റ ഉടനെ മൊബൈൽ ഫോൺ ഇങ്ങനെ തപ്പിയെടുക്കണത്? ഓക്കെ, മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പലരുടെ ലൈഫിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗോൾസ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മളത് ഉപയോഗിക്കണ്ടേ? അതല്ലേ അതിന് വേണ്ടത്. നമ്മുടെ ലൈഫ് നന്നാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ വരണമെങ്കിൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് സഹായിക്കുന്ന മെത്തേഡാണ് സേവേഴ്സ് മെത്തേഡ് എന്നുള്ളത്. സേവേഴ്സ് മെത്തേഡ്, നമ്മൾ സേവ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീനാണിത്. SAVERS അങ്ങനെ വരുന്നതാണ് സേവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സേവേഴ്സിൻ്റെ S സ്റ്റാൻഡ്സ് ഫോർ സൈലൻസ്. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഒരു പ്രശ്നത്തിലേക്കോ ഒരു കാര്യമോ, ബോസിൻ്റെ കാര്യമോ, നിങ്ങളുടെ കടത്തിൻ്റെ കാര്യമോ, നിങ്ങളുടെ ഫ്രണ്ട് ഊട്ടിയിലേക്ക് പോയതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് മലേഷ്യക്ക് പോയതോ, ഇതൊന്നുമല്ല നമ്മളവിടെ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് സൈലൻ്റ് ആയിട്ടിരിക്കുക. ഒരു പ്യുവർ ആ ഒരു സൈലൻസിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ A സ്റ്റാൻഡ്സ് ഫോർ അഫർമേഷൻ. ഓക്കെ, അഫർമേഷൻ പറയുക. നമ്മുടെ ഗോൾസ് വിഷ്വലൈസ് ചെയ്യാനുള്ള അഫർമേഷൻ പറയാം. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു അഫർമേഷൻ ഞാനിവിടെ പറയാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് എണീക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അഫർമേഷൻ ഇതാണ്: ഓൾ ഈസ് വെൽ, എവറിത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മൈ ഹൈയസ്റ്റ് ഗുഡ്, ഔട്ട് ഓഫ് ഈച്ച് എക്സ്പീരിയൻസ് ഐ ഗോ ത്രൂ ഓൺലി ഗുഡ് വിൽ കം, ഐ ആം സേഫ്, ഐ ആം ലവ്ഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്. ഓൾ ഈസ് വെൽ, എല്ലാം നന്നായി നടക്കുന്നു. ഓക്കെ, എവറിത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്, എനിക്ക് വേണ്ടി എല്ലാം നല്ല രീതിയിൽ, എൻ്റെ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഗുഡിന് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട് എല്ലാം കൃത്യമായി നടക്കുന്നു, വർക്കിംഗ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഔട്ട് ഓഫ് ഈച്ച് എക്സ്പീരിയൻസ് ഐ ഗോ ത്രൂ, ഓരോ എക്സ്പീരിയൻസിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഓൺലി ഗുഡ് കം ടു മീ, എനിക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ആയാലും പോസിറ്റീവ് സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് അവസാനം അതിൻ്റെ നല്ലത് തന്നെ വരുള്ളൂ. ഐ ആം സേഫ്, ഞാൻ സേഫാണ്. ഐ ആം ലവ്ഡ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നു. ഐ ആം പ്രൊട്ടക്റ്റഡ്, ഞാൻ സംരക്ഷിക്കപ്പെടുന്നു. ഓക്കെ, ഇത് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തുടങ്ങുമ്പോൾ ആ ഒരു പോസിറ്റീവ് രീതിയിലല്ലേ നമ്മൾ തുടങ്ങണത്. അപ്പം നിങ്ങൾ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലത് മാത്രമേ നിങ്ങൾക്ക് വന്നു തുടങ്ങും. ഓക്കെ, ഇത് നിങ്ങൾ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാം ഈ ഒരു അഫർമേഷൻ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്താണ്? നമ്മുടെ ഡ്രീം ഗോൾ. ഓക്കെ, ഞാൻ ഓൾറെഡി എനിക്കൊരു 2 ലക്ഷം രൂപ മാസം ലഭിക്കുന്നുണ്ട്, താങ്ക് യു. ഓക്കെ, എനിക്ക് ഓൾറെഡി ഞാൻ നല്ലൊരു ലവിങ് റിലേഷൻഷിപ്പിലാണ്, താങ്ക് യു. ഇത് നമുക്ക് അഫേം ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ അവിടെ ഇരുന്നൊന്ന് ആ ഒരു എൻഡ് റിസൾട്ട് എന്താണോ വേണ്ടത് അതൊന്ന് കാണാം. ഓക്കെ, നാലാമത്തെ പോയിൻ്റാണ് ഈ എക്സസൈസ്. എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുക. ഒരു വാമപ്പ് ആവാം, ഒരു ജമ്പിങ് ആയിരിക്കാം, ഒരു യോഗ ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് അത് മതി. ഓക്കെ, പക്ഷെ നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് R സ്റ്റാൻഡ്സ് ഫോർ റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് സന്തോഷം തരുന്ന ബുക്കുകളുണ്ട്. പക്ഷേ രാവിലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ബുക്ക് തന്നെ വായിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഗോൾസിലേക്ക് നയിക്കുള്ളൂ. ഒരു പേജ് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി. നിങ്ങൾക്ക് സമയത്തിനനുസരിച്ചും കാര്യത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഓക്കെ, അത് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ബുക്കാണ്. ആ ബുക്ക് എടുത്ത് വായിക്കുക. ഒരു പേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിക്കുക, ഒരു ലൈനെങ്കിലും നിങ്ങൾ വായിക്കുക. ആ ലൈനിൽ നിന്നും നമുക്ക് കിട്ടാനുണ്ടാവും. ഓരോ തവണ നമ്മൾ വായിക്കുമ്പോഴും പുതിയ കാഴ്ചപ്പാടിൽ നമുക്ക് ആ ഒരു ബുക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ദി അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ബുക്കുകളുണ്ട് നമുക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ബുക്കിൽ. എന്താണോ നിങ്ങളുടെ മൈൻഡിന് ആവശ്യം ആ ഒരു ബുക്ക് തിരഞ്ഞെടുക്കുക. ഓക്കെ, അവസാനത്തെയാണ് സ്ക്രിബിങ് എന്ന് പറഞ്ഞാൽ ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു 5 കാര്യങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള കാര്യങ്ങൾ എഴുതാം. 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നേരെ കയറി വരുന്ന ഒരു 5 കാര്യങ്ങൾ. ഓക്കെ, ഇന്നലെ ഞാനൊരു ഫ്രണ്ടിനെ കണ്ടു, അവനോട് സംസാരിച്ചു, ഇന്നലെ എൻ്റെ ബോസ് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു, ഇന്നലെ എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ബിരിയാണി കഴിച്ചു, ഞാൻ നല്ലൊരു മൂവി കണ്ടു, എന്ത് വേണമെങ്കിൽ എഴുതാം. എൻ്റെ അച്ഛനമ്മോടും കൂടെ ഞാൻ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, എൻ്റെ അനിയത്തിയുടെ കൂടെ ഞാൻ ഒന്ന് കറങ്ങാൻ പോയി. ഓക്കെ, എന്ത് വേണമെങ്കിൽ എഴുതാം. റാൻഡമായിട്ട് നിങ്ങൾക്ക് വരുന്ന ഗ്രേറ്റ്ഫുൾ ആവാൻ ആയിട്ട് നിൽക്കുന്ന ഒരു തോട്ടുകളുണ്ടെങ്കിൽ അത് എഴുതുക. 5 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഇത് ഡെയിലി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. സേവേഴ്സ് മെത്തേഡ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് നോക്കൂ. ഭയങ്കര അധികം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളൊരു മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഈ ഒരു മെത്തേഡ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു മാറ്റം എങ്ങനെ തുടങ്ങാം, എവിടെ നിന്ന് തുടങ്ങണം എന്ന് ആലോചിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് വേ. ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് വേ. ഇത് വളരെ നല്ല ബേസിക് ആയിട്ട് തുടങ്ങുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് മിനിറ്റ്, ഓരോ മിനിറ്റെങ്കിലും ഫസ്റ്റ് ദിവസം തുടങ്ങുമ്പോൾ ഓരോ മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ മതി. 1 മിനിറ്റ് സൈലൻസ് ആയിട്ടിരിക്കുക, 1 മിനിറ്റ് അഫർമേഷൻ പറയുക, 1 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക, 1 മിനിറ്റ് എക്സസൈസ് ചെയ്യുക, 1 മിനിറ്റ് റീഡിങ് ചെയ്യുക, 1 മിനിറ്റ് സ്ക്രിബിങ് ചെയ്യുക. അവിടെ നിന്ന് തുടങ്ങുക, 1 മിനിറ്റിൽ നിന്ന് തുടങ്ങുക. പിന്നെ നിങ്ങൾക്ക് തന്നെ പതുക്കെ ഇതിൻ്റെ ആ ഒരു ദൈർഘ്യം കൂട്ടാനായിട്ട് തോന്നും. ഓക്കെ, ആ ഒരു പവർ ആ ഒരു മെത്തേഡിനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഇത് വീഡിയോ കാണുന്ന ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും എന്താ പറയുക, നല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സേവേഴ്സ് മെത്തേഡ് നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഞാനിത് ചെയ്യാൻ പോയാൽ ഡൺ, അല്ലെങ്കിൽ ഐ എം ഡൂയിങ്, എന്താ പറയുക, ഐ എം സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളൊന്ന് ഇടുക. അത് നിങ്ങൾക്കും ഒരു പ്രചോദനമാവും. ഓക്കെ, ഞാനവിടെ പോയി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ഇത് നമുക്കും വരുമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ടാൽ ദിസ് ഈസ് റോഷ്നി മാനോൻ സൈനിങ് ഓഫ്.